മറ്റൊരു പ്രധാന വാർത്ത, രാഷ്ട്രീയ എതിരാളികളിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ പേര് ഒഴിവാക്കി കോഴിക്കോട്ട് LDFന്റെ പോസ്റ്റർ. സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന് പറയുന്ന പാർട്ടികളുടെ കൂട്ടത്തിലാണ് ലീഗിന്റെ പേരില്ലാത്തത്. ഇന്ന് കോഴിക്കോട് LDF കൺവീനർ EP ജയരാജൻ ഉദ്ഘാടനം ചെയ്യുന്ന റാലിയുടേതാണ് പോസ്റ്റർ. പോസ്റ്ററുകളിലും ബാനറുകളിലും UDF എന്നത് ഒഴിവാക്കി പാർട്ടികളുടെ പേരുകളാണ് നൽകിയിട്ടുള്ളത്. സർക്കാരിനെതിരെ പ്രക്ഷോഭത്തിലുള്ള പാർട്ടികളെയാണ് ഉൾപ്പെടുത്തിയതെന്നാണ് LDFന്റെ വിശദീകരണം. മുഹമ്മദ് ഷഹീദ് വിവരങ്ങൾ പങ്കുവെക്കുന്നു. ഷഹീദ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ ഇത്. കാരണം മറ്റ് എല്ലാ പാർട്ടികളും, UDFിലുള്ള മറ്റെല്ലാ പാർട്ടികളുടെയും പേരുകളുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെയും RSSന്റെയും മറ്റും പേരുകൾ, SDPയുടെയും മറ്റും പേരുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ രാഷ്ട്രീയ എതിരാളികളായി തന്നെ ഇത്രയും നാൾ ഇടതുപക്ഷം കണ്ടിരുന്ന ലീഗിനെ ഒഴിവാക്കിയ സാഹചര്യം എങ്ങനെ കാണണം? രഞ്ജിത്തെ, വളരെ ശ്രദ്ധേയമായതാണ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടേതായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പോസ്റ്ററുകൾ. ഇന്ന് വൈകിട്ടാണ് കോഴിക്കോട് LDF കോഴിക്കോട് ജില്ലാ കമ്മിറ്റി EP ജയരാജൻ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു ബഹുജന മഹാറാലി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ കോൺഗ്രസിന്റെ ഭീകര പ്രവർത്തനം, ഈ പോസ്റ്ററുകളിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: കോൺഗ്രസ് ഭീകര പ്രവർത്തനം നടത്തുന്നു, ഒപ്പം തന്നെ കോൺഗ്രസ്, RSS ഉൾപ്പെടെയുള്ള സംഘടനകൾ, ജമാഅത്തെ ഇസ്ലാമി, SDPI ഉൾപ്പെടെയുള്ള സംഘടനകൾ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തുന്നു. ഇതിനെതിരെയുള്ള ബഹുജന മഹാറാലി എന്നാണ് പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇതിൽ മുസ്ലിം ലീഗിന്റെ പേര് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് സർക്കാരിനെതിരെ പ്രതിപക്ഷ സംഘടനകൾ പ്രതിഷേധം നടത്തുമ്പോൾ കോൺഗ്രസിനെ ഉൾപ്പെടുത്തുന്നു, UDFിൽ തന്നെ കോൺഗ്രസിനെ ഉൾപ്പെടുത്തുന്നു, മുസ്ലിം ലീഗിനെ ഒഴിവാക്കുന്നു എന്നുള്ളതാണ്. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവർ സർക്കാരിനെതിരെ ഈ വിഷയത്തിൽ, പ്രത്യേകിച്ചും സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ പ്രതിഷേധ രംഗത്ത് ഉണ്ട്. പക്ഷേ കോൺഗ്രസിനെ പോലെ കാര്യമായ പ്രതിഷേധത്തിൽ മുസ്ലിം ലീഗ് ഇല്ല എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷേ പ്രതിഷേധ രംഗത്തുണ്ട്. പക്ഷെ അപ്പോഴും ലീഗിന്റെ പേര് ഒഴിവാക്കി ഈ പോസ്റ്റർ ഇറക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇതുമായി ബന്ധപ്പെട്ട LDF കൺവീനർ, കോഴിക്കോട് ജില്ലാ കൺവീനർ മുക്കം മുഹമ്മദുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം നൽകുന്ന വിശദീകരണം: സർക്കാരിനെതിരെ രൂക്ഷമായ പ്രതിഷേധം നടത്തുന്ന സംഘടനകളെയാണ് തങ്ങൾ ഉൾപ്പെടുത്തിയത്, രാഷ്ട്രീയ പാർട്ടികളെയാണ് ഉൾപ്പെടുത്തിയത് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ മുസ്ലിം ലീഗിനെ അങ്ങനെ നിങ്ങൾ കാണുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായ ഒരു മറുപടി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടില്ല. അത് അങ്ങനെ ഒരു ബോധപൂർവമായി അങ്ങനെ പേര് ഉൾപ്പെടുത്താതിരുന്നതല്ല എന്നുള്ള വിശദീകരണമാണ് അദ്ദേഹം നൽകിയത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയിടത്തോളം മറ്റു ജില്ലകളിലും സമാനമായ രീതിയിൽ ഇന്ന് LDFന്റെ ഈ ബഹുജന റാലികൾ നടക്കുന്നുണ്ട്. മറ്റു ജില്ലകളിലും സമാനമായ രീതിയിൽ തന്നെ മുസ്ലിം ലീഗിന്റെ പേര് പോസ്റ്ററുകളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ മുഹമ്മദ് സയ്യിദ്, നമുക്കറിയാം കഴിഞ്ഞ കുറെ നാളുകളായി സർക്കാരിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ, ബഫർ സോണുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ, ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ച വിഷയം, അങ്ങനെ ഒരുപാട് ഈ സ്വപ്ന സുരേഷ് ഉന്നയിച്ച വിഷയങ്ങളിലൊക്കെ അങ്ങനെ ഈ മുസ്ലിം ലീഗിലെ KM ഷാജിയെ പോലെയുള്ള ചില നേതാക്കളല്ലാതെ മറ്റാരും ഈ പ്രക്ഷോഭ രംഗത്ത് കാര്യമായി കണ്ടില്ല. കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ പോലും പലപ്പോഴും മയപ്പെട്ടായിരുന്നു ഈ വിഷയങ്ങളിലൊക്കെ. ഇതൊക്കെ എന്തിന്റെ സൂചനയായി കാണണം? LDFനെ ലീഗ് അത്തരത്തിൽ മോഹിപ്പിക്കുന്നുണ്ടോ? രഞ്ജിത്ത്, അത്തരം ചില സൂചനകളും അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്കും ഇട നൽകുന്നതാണ് ഈ പോസ്റ്റർ എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയുകയില്ല. കാരണം രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ സർക്കാരിനെതിരെയുള്ള ശ്രീ മുക്കം മുഹമ്മദ്, LDF കോഴിക്കോട് ജില്ലാ കൺവീനർ, ടെലിഫോൺ ലൈനിലൂടെ. ശ്രീ മുക്കം മുഹമ്മദ്, എന്തുകൊണ്ടാണ് ലീഗിനെ ഒഴിവാക്കി ഇത്തരത്തിലൊരു പോസ്റ്റർ? ഇടതുപക്ഷ മുന്നണിയിലെ എതിരാളികളുടെ ഒരുപാട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പോസ്റ്റ് വെക്കാൻ പറ്റുമോ? നമ്മൾ പ്രധാനപ്പെട്ട UDFന്റെ ലീഗ് UDFിലെ പ്രധാനപ്പെട്ട കക്ഷികളിൽ ഒരാളല്ലേ ശ്രീ മുക്കം മുഹമ്മദ്? ഹലോ, താങ്കൾ കേൾക്കാമോ? ലീഗ് UDFിലെ പ്രധാനപ്പെട്ട കക്ഷികളിൽ ഒരാളല്ലേ? UDFിനെ നിയന്ത്രിക്കുന്നത് കോൺഗ്രസ് അല്ലേ? കോൺഗ്രസ് ആയതുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് UDF പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ UDF എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് തന്നെയാണ് അതിന്റെ മുഖ്യ പങ്കാളിത്തവും കക്ഷിയും. അത് UDFന്റെ അകത്ത് ഉണ്ടാകുന്ന എല്ലാ ഘടകകക്ഷികളുടെയും പേരെടുത്ത് ഒരു ചെറിയ പോസ്റ്റിൽ അച്ചടിച്ച് പ്രസിദ്ധീകരിക്കാൻ സാധ്യമല്ല എന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമല്ലേ. ഈ ലീഗിനെ നിങ്ങൾ മുഖ്യ രാഷ്ട്രീയ എതിരാളിയായി തന്നെയാണോ കാണുന്നത്? തീർച്ചയായിട്ടും ലീഗ് മുഖ്യ രാഷ്ട്രീയ എതിരാളി തന്നെയാണ്. ലീഗിന്റെ ഒരു സമീപനത്തോട് ഞങ്ങൾക്ക് യോജിക്കുന്ന പ്രശ്നമില്ല. പക്ഷെ ഒരു പരിപാടിയുടെ പോസ്റ്ററിലൊക്കെ എതിരാളികളുടെ എല്ലാവരുടെയും പേരെടുത്ത് കാണിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം RSS ഉണ്ട്, ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്, SDPI ഉണ്ട്, ഇവരുടെയൊക്കെ പേരുകൾ ഈ പോസ്റ്ററിൽ അവര് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടിയോ മുന്നണിയോ അല്ല. അവർ നാട്ടിനകത്ത്
RSSനെ പോലെ തീവ്ര വർഗീയത കാണിക്കുന്ന സംഘടനകളാണ് ജമാഅത്ത് ഇസ്ലാമി, SDPI, RSS ഒക്കെ. അതിൽ നിന്ന് തുല്യ അകലത്തിൽ കണ്ട് ഒരേ രൂപത്തിൽ എതിർക്കണമെന്നാണ് ഇടതുപക്ഷ മുന്നണി തീരുമാനിച്ചത്. ആ തീരുമാനത്തിന്റെ ഭാഗം ആയിട്ട് തന്നെയാണ് ആ പേര് വെച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ കുറെ നാളുകളായി സർക്കാരിനെതിരെയുള്ള പ്രക്ഷോഭ വഴികളിലൊന്നും ലീഗിന്റെ സാന്നിധ്യം കാര്യമായി കണ്ടില്ല. അപ്പോൾ ഈ പോസ്റ്റർ കൂടി വന്നപ്പോഴാണ് ഒരു സംശയം സ്വാഭാവികമായി ഉണ്ടായത്. സംസ്ഥാന ഗവൺമെന്റിനെതിരായി ലീഗ് കോൺഗ്രസിനെ പോലെ ചിലപ്പോൾ പ്രതികരിക്കുന്നുണ്ടാവില്ല. കുറച്ചുകൂടി അവർക്ക് ചിലപ്പോൾ വകതിരിവ് ഉണ്ടാവും. കുറച്ചുകൂടി ലീഗിന് അല്പം വകതിരിവ് ഉണ്ടായിട്ടുണ്ടെന്നാണ് താങ്കൾക്ക് തോന്നുന്നത് അല്ലേ? ആ കാര്യത്തിൽ കേട്ടില്ല. അല്പം വകതിരിവ് കോൺഗ്രസിനേക്കാൾ ലീഗിനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോ ആവശ്യമില്ലാതെ ചില കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നാട്ടിൽ നടക്കുന്ന പ്രക്ഷോഭത്തിലൊന്നും കോൺഗ്രസിനെ പോലെ ലീഗ് സജീവമല്ലാത്തത് ഒരു വകതിരിവ് ലീഗിനുണ്ടായി കാണുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ലീഗിന്റെ ആ വകതിരിവ് തിരിച്ചറിഞ്ഞാണോ ശ്രീ മുക്കം മുഹമ്മദ് പോസ്റ്ററിൽ നിന്ന് പേര് ഒഴിവാക്കിയത്? പോസ്റ്ററിൽ പേര് അങ്ങനെ ആരുടെയും ഒഴിവാക്കുകയോ വെക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. കോൺഗ്രസിന്റെ അതിനകത്ത് എല്ലാ പാർട്ടിക്കാരുടെയും പോസ്റ്റിനെതിരായി പോസ്റ്റ് വെക്കാൻ കഴിയില്ലല്ലോ. UDFനെ നിയന്ത്രിക്കുന്ന, നേതൃത്വം നൽകുന്ന പ്രമുഖ രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ് ആയതുകൊണ്ട് കോൺഗ്രസ് ഒരു ലീഗിനെ പോലെയല്ലല്ലോ. അത് വലിയ ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കക്ഷിയല്ലേ. അപ്പൊ ലീഗ് അത്ര വലിയ പ്രാധാന്യത്തോടുകൂടി കാണേണ്ട രാഷ്ട്രീയ പാർട്ടിയൊന്നല്ല. ശരി, നന്ദി താങ്കളുടെ പ്രതികരണത്തിന്. ശ്രീ NK അബ്ദുൽ അസീസ് INLന്റെ പ്രതിനിധിയായ അദ്ദേഹവും ഈ ചർച്ചയുടെ ഭാഗമായി ചേരുന്നു. ശ്രീ അബ്ദുൽ അസീസ്, ലീഗിനോട് അല്പം മയപ്പെട്ട സമീപനം LDF സ്വീകരിച്ചു തുടങ്ങിയോ? ലീഗിനോട് മയപ്പെട്ട സമീപനം സ്വീകരിച്ചു തുടങ്ങി എന്ന് പറയാൻ ഇതൊരു കാരണമായി കാണാൻ കഴിയില്ല. ഇപ്പോ LDF കോഴിക്കോട് ജില്ലാ കൺവീനർ പറഞ്ഞതുപോലെ കോൺഗ്രസ് ഒരു വലിയ കക്ഷിയാണ്. സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ആണ് പ്രക്ഷോഭ രംഗത്ത് മുൻനിരയിലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ എതിർത്തുകൊണ്ടുള്ള അവരെ കൂടി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പോസ്റ്റർ എന്ന നിലയിൽ മാത്രമാണ് അതിനെ കാണേണ്ടത്. ഇതിപ്പോ പൊതുവെ ഒരു പൊതുസമൂഹത്തിനകത്ത് ഒരു കൺഫ്യൂഷൻ ഇത് സംബന്ധമായി ഉണ്ടാക്കാൻ ഇടയായിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. ആ ഒരു സാഹചര്യം ഒഴിവാക്കാമായിരുന്നു എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. ഇടക്കാലത്ത് CPM മുസ്ലിം ലീഗുമായി അടുക്കുന്നു എന്ന സംസാരവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിന് കൃത്യമായി തന്നെ മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്നും വിശദീകരണം ഉണ്ടായി, CPMന്റെ ഭാഗത്തുനിന്നും വിശദീകരണം ഉണ്ടായി. ആ അർത്ഥത്തിലല്ലാതെ പക്ഷെ ആ ഒരു അഭിപ്രായം അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ടായിരിക്കെ പോസ്റ്ററിനകത്തു നിന്ന് പേര് ഒഴിവാക്കിയതിൽ ചില ദുരൂഹതകൾ ആളുകൾ സംശയിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ കോൺഗ്രസ് എന്ന് പറയുന്നതിന് പകരം UDF എന്ന് വെക്കാമായിരുന്നു എന്നതാണ് പൊതുസമൂഹത്തിന്റെ ഒരു വിലയിരുത്തൽ. അതിലൊരു ശരിയുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ. അല്ല, ഈ LDF കൺവീനർ അല്പം മുമ്പ് പറഞ്ഞത്, ജില്ലാ കൺവീനർ പറഞ്ഞത് ലീഗ് അല്പം വകതിരിവ് ഉണ്ടായി തുടങ്ങിയെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു എന്നാണ്. ആ ഒരു വകതിരിവിന്റെ ഭാഗമായിരിക്കുമോ ഒരുപക്ഷെ അത് ഈ LDFന് കൂടി ബോധ്യപ്പെട്ടതിന്റെ ഭാഗമായിരിക്കുമോ ഒരുപക്ഷെ പോസ്റ്ററിൽ നിന്ന് പേര് ഒഴിവാക്കിയത്? ആ ഒരു വകതിരിവിന്റെ ഭാഗമായിക്കൊണ്ടാണ് പോസ്റ്ററിൽ നിന്ന് പേരൊഴിവാക്കിയതെങ്കിൽ അത് നല്ലതാണ് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശീയ തലത്തിൽ BJP സംഘപരിവാർ ശക്തികൾ ന്യൂനപക്ഷ വിരുദ്ധ നിലപാടുകൾ ശക്തിപ്പെടുത്തുകയും മതനിരപേക്ഷ കക്ഷികൾ ഐക്യപ്പെടേണ്ട കാലഘട്ടം അനിവാര്യമായി രൂപപ്പെട്ടു വരികയും ചെയ്ത ഒരു സാഹചര്യത്തിൽ മുസ്ലിം ലീഗിനെ അനാവശ്യമായി അങ്ങനെ ആക്രമിക്കേണ്ട ഒരാവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ആ ഒരു രാഷ്ട്രീയ സാഹചര്യം കണ്ടുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ പേര് ഒഴിവാക്കിയതെങ്കിൽ അത് ആ അർത്ഥത്തിൽ സ്വാഗതാർഹമാണ് എന്ന് കരുതേണ്ടി വരും. ഏതായാലും ലീഗിന്റെ പേര് കൂടി വെക്കാമായിരുന്നു അല്ലേ? മുസ്ലിം ലീഗ് ഈ സമയത്ത് പ്രക്ഷോഭ രംഗത്ത് സജീവമല്ല എന്നതുകൊണ്ട് ലീഗിന്റെ പേര് വെച്ചിട്ടില്ല എന്നാണ് LDF കൺവീനർ ശ്രീ മുക്കം മുഹമ്മദ് സൂചിപ്പിച്ചിട്ടുള്ളത്. UDF എന്നാണ് പരാമർശമെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണിയെ മൊത്തത്തിൽ ആ രംഗത്ത് പ്രതിസ്ഥാനത്ത് നിർത്താമായിരുന്നു. അങ്ങനെയല്ല, കോൺഗ്രസിന്റെ പേര് മാത്രമാണ് വെച്ചത് എന്നതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിന് ഒരു സാധ്യത സൃഷ്ടിച്ചിരിക്കുകയാണ്. അത് ഒഴിവാക്കാമായിരുന്നു എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. ഇനി മുക്കം മുഹമ്മദ് പറഞ്ഞതുപോലെ മുസ്ലിം ലീഗ് ഒരു വകതിരിവിന്റെ അടിസ്ഥാനത്തിൽ പ്രക്ഷോഭ രംഗത്ത് നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായതെങ്കിൽ അത് സ്വാഗതാർഹമാണ്. പക്ഷേ ലീഗിനകത്തുള്ള വലിയ വിഭാഗം ആളുകൾ ആ തരത്തിൽ വകതിരിവ് പ്രകടിപ്പിക്കുന്നില്ല എന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. നന്ദി ശ്രീ NK അബ്ദുൽ അസീസ് താങ്കളുടെ പ്രതികരണത്തിന്. മുഹമ്മദ് ഷഹീദ് തുടരുന്നുണ്ട്. ഷഹീദ്, ഇതാണ് LDF കൺവീനറുടെയും INLന്റെയും അഭിപ്രായം. LDF കൺവീനർ പറയുന്നത് കോൺഗ്രസ് ഒരു വലിയ പാർട്ടി ആയതുകൊണ്ട് അവരുടെ പേര് ഉൾപ്പെടുത്തി, ലീഗിനെ അവർ അത്രത്തോളം പ്രാധാന്യമേ നൽകുന്നുള്ളൂ എന്നുള്ളതാണ്. രഞ്ജിത്ത്, ഈ INL നേതാവ് അബ്ദുൽ അസീസിന്റെ പ്രതികരണത്തിൽ ശ്രദ്ധേയമായ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. നിലവിൽ തന്നെ
ഈ മുസ്ലിം ലീഗ് സർക്കാരുമായി മൃദു സമീപനം സ്വീകരിക്കുന്നു. അത് LDF ഒരു കണ്ണ് മുസ്ലിം ലീഗിൽ ഉള്ളത് കൊണ്ടാണ് എന്നുള്ളൊരു വിമർശനവും പരാമർശവും ഒക്കെ ഉണ്ടായിരുന്നു. LDF കൺവീനർ EP ജയരാജ് തന്നെ അദ്ദേഹം ഒരു മാസങ്ങൾക്ക് മുമ്പ് ചുമതലയേറ്റ ശേഷം അദ്ദേഹത്തിന്റെ പ്രസ്താവനയും വലിയ ചർച്ചയായിരുന്നു. അതായത് മുസ്ലിം ലീഗിനെ LDFിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇങ്ങനെയൊരു രാഷ്ട്രീയ അന്തരീക്ഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോസ്റ്ററിൽ നിന്ന് പേര് ഒഴിവാക്കുന്നത്, പ്രത്യേകിച്ചും UDF എന്ന് പൊതുവായി സമീപനം സ്വീകരിക്കുന്നതിന് പകരം ഈ കോൺഗ്രസിനെ മാത്രം പറയുകയും മറ്റൊരു കാര്യം ശ്രദ്ധേയമായത് ജമാഅത്തെ ഇസ്ലാമി പോലെ സംഘടനകൾ സർക്കാരിനെതിരെ ഈ സ്വപ്ന സുരേഷ് വിഷയത്തിൽ പോലും അവർ പ്രതിഷേധത്തിലൊന്നും ഇല്ലാത്ത സംഘടന അവരെ മറ്റ് സംഘടനകളുടെ പേരൊക്കെ ഉൾപ്പെടുത്തുകയും മുസ്ലിം ലീഗിന്റെ പേര് മാത്രം ഉൾപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം LDF ചില നേതാക്കന്മാരുമായി സംസാരിച്ചപ്പോൾ മുസ്ലിം ലീഗിന്റെ പ്രതിഷേധം അത് കോൺഗ്രസ് വളരെ ശക്തമായ രീതിയിൽ പ്രതിഷേധ രംഗത്ത് ഉള്ളത് കൊണ്ട് അതിന്റെ പേരിന് മാത്രമുള്ള ഒരു പ്രതിഷേധമാണ് മുസ്ലിം ലീഗ് നടത്തുന്നത് എന്നൊരു വിലയിരുത്തൽ LDFന്റെ തന്നെ പല CPM നേതാക്കന്മാർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ തരത്തിൽ മുസ്ലിം ലീഗിനെ ആക്രമിക്കുന്ന രീതിയിലുള്ള ഒരു പ്രത്യാക്രമണ രീതിയിലേക്ക് പോകേണ്ട എന്നുള്ളൊരു തീരുമാനം അവർ എടുത്തിട്ടുണ്ട്. ഇത് മുസ്ലിം ലീഗ് എങ്ങനെ സ്വീകരിക്കും എന്നുള്ളതും വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. കാരണം മുസ്ലിം ലീഗിന്റെ അകത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ ഉണ്ട്. PK കുഞ്ഞാലിക്കുട്ടി പക്ഷം ഈ വിഷയത്തിൽ സർക്കാരിന് പ്രതിസന്ധിയിലാക്കുന്ന പ്രതിഷേധ പരിപാടികളിൽ നിന്നും മാറി നിൽക്കുന്നു എന്നൊരു വിമർശനം KM ഷാജി ഉൾപ്പെടെയുള്ളവർ, MK മുനീർ ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഉയർത്തിക്കൊണ്ടുവരുന്നതാണ്. അതിനെ കൂടുതൽ ബലപ്പെടുത്തുന്ന രീതിയിലേക്ക് LDFന്റെയും CPMന്റെയും ഭാഗത്തു നിന്ന് തന്നെ പ്രതികരണം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ പോസ്റ്ററിൽ നിന്നും പുറത്തുവിടുന്ന പ്രധാനപ്പെട്ട വിവരം. ഏതായാലും ഇതൊരു വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറിക്കഴിഞ്ഞ പശ്ചാത്തലമുണ്ട്. INL നേതാവ് തന്നെ നമ്മളോട് ഈ വിഷയത്തിൽ എതിർപ്പ് അറിയിച്ചു കഴിഞ്ഞു. ആ സാഹചര്യം ഒഴിവാക്കാമായിരുന്നു എന്നാണ് INLന്റെ പ്രതികരണം.